നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചാനൽ കയറി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ മറ്റു വിശദാംശങ്ങൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം, ഒട്ടും വൈകിക്കാതെ തന്നെ. ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജം എടുത്തിട്ടാണ് ഇന്നത്തെ വായന ചെയ്തിട്ടുള്ളത്. ഇവിടെ കാലചക്രം അനുകൂലമാകുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സമയമൊന്ന് നേരെ തെളിയുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രയും അധികം കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞുകുട്ടിയുടെ മനസ്സായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് ചേരാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചാൽ നിങ്ങളോട് എല്ലാ തെറ്റുകളും തുറന്നു പറഞ്ഞ് നിങ്ങൾ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നല്ല രീതിയിൽ ആഹ്ലാദിക്കുന്നതും ഈ വ്യക്തി തന്നെയായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ജീവിതമാകുന്ന യുദ്ധത്തിൽ ഈ വ്യക്തി ഒറ്റക്കാണ് അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് മെല്ലിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഒറ്റക്കാണ്. പലപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് റിയൂണിയനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞു വരാം, ഇനിയും കുറച്ചും കൂടി കഴിയട്ടെ, ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് കൂടുതലും ഇവിടെ ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ നല്ല രീതിയിലുള്ള അന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അകലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തീർത്തും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഈ വ്യക്തി പലതും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ, വെട്ടി തുറന്നു പറയാതെ മനസ്സിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പല കാര്യവും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് സാധാരണ രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി എന്ന് പറയാനാകില്ല. കാരണം നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം പരിപൂർണമായിട്ടും തകർത്ത് കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യബോധത്തോടു കൂടി മാത്രം നടക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഇവിടെ കേവലം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അവസ്ഥകളോ അല്ല തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വ്യക്തി തന്നെയാണ് എന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പല രീതിയിലുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ അനീതികൾ ഈ വ്യക്തി വളരെയധികം സഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, കുറെയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കുറെയൊക്കെ പ്രതികരിക്കുന്നതായിട്ടും കാണിക്കുന്നു. അപ്പൊ പലപ്പോഴും ഈ വ്യക്തിക്ക് ഈ ഒരു ജീവിതം തന്നെ വേണ്ട എന്ന് വരെ തോന്നിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്കുള്ള അവസ്ഥകളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കുറച്ചും കൂടെ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുടെ പുറത്തേക്ക്, അതായത് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരുപക്ഷെ ആദ്യമൊന്നും ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തേർഡ് പാർട്ടിയുടെ വലയിൽ വീണു പോവുകയും എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഈ വ്യക്തിക്ക് ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് പോകാനുള്ള ആർജവം ഈ വ്യക്തിയുടെ മനസ്സിൽ പൊട്ടിമുളച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടോ നിങ്ങളുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടോ ആയിരിക്കണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുന്നത്.
അത് മാത്രമല്ല, ഒരു നിരാശയായിട്ടുള്ള ഒറ്റപ്പെട്ട ജീവിതമാണെങ്കിലും ഈ വ്യക്തിക്ക് പലപ്പോഴും ദുഃഖം കൊണ്ട് വരുത്തുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ അവസ്ഥകൾ, അതായത് നിങ്ങളുടെ സാന്നിധ്യം, അവസ്ഥകളല്ല, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സഹായം, അത് ഈ വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒറ്റക്കായിരിക്കാം ഒരുപക്ഷെ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ, മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തുറന്നു പറയാനോ തുറന്ന് കരയാനോ ചിരിക്കാനോ ആരും തന്നെ കൂടെയില്ലാത്ത അവസ്ഥയായിട്ട് കാണിക്കുന്നു. പക്ഷേ ഈ വ്യക്തി ആ ഒരു ഏകാന്തതയെ നല്ല രീതിയിൽ ശപിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരൊറ്റയ്ക്ക് ജീവിക്കുന്നതിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളുമായിട്ട് ഇപ്പോൾ കൂടിച്ചേരാനുള്ള സമയമായിട്ടില്ല, വേറെ പല കാര്യങ്ങളും വീണ്ടും പരിഹരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ വളരെ മാലിന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മാലിന്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് തീർത്തും നിങ്ങളുടെ ഈ ഒരു ജീവിതത്തില്, നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ജീവിതത്തില് ഒട്ടും തന്നെ വേണ്ടാത്ത, ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത ചില വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിലുള്ള ഉപദ്രവങ്ങൾ, അതൊക്കെ ഈ പേഴ്സണെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിൽ പലതും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം ബാലിശമായിട്ടുള്ള ഒരു കാരണങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ നിരത്തി വെക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ലാഘവത്തോടു കൂടിയായിരിക്കാം ഈ വ്യക്തി പറയുന്നത്. പക്ഷെ അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അത് ഈ വ്യക്തിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി, ഇതിലെല്ലാം നിങ്ങൾ അത്രയും അധികം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സുറപ്പാണ് നിങ്ങളെ മുന്നോട്ട് ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കാലമായി ഈ ഒരു ബന്ധം ഇങ്ങനെ പോവാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ബന്ധം പോലെ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ, അങ്ങനെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് ഒരു അറുതി വരുന്നതായിട്ട് കാണിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ പലതും തന്നെ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും കളയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ വ്യക്തി ഒരിക്കലും സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം എവിടെ വെച്ചാണോ, ഏത് സാഹചര്യത്തിൽ വെച്ചാണോ മുറിഞ്ഞു പോയത്, ആ സാഹചര്യം തൊട്ട് ഇന്ന് വരെ ഈ വ്യക്തി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ പിന്നിലാണെങ്കിലും ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട് ഈ വ്യക്തിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യവും ശരിയാകും എന്നുള്ള ഒരു ഒരു ദൃഢനിശ്ചയം, അല്ലെങ്കിൽ അത്രയും ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിക്കളയാൻ, അല്ലെങ്കിൽ അതത്ര പ്രാധാന്യമില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം ഇത്രയും സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇച്ഛാശക്തിയും മുന്നോട്ട് പോകാനുള്ള പ്രവണതയും പ്രസരിപ്പും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അത് നമുക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ വ്യക്തി എന്തൊക്കെയോ യാത്രയിലാണെന്ന് സൂചിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനോ, ഒരു വാക്ക് സംസാരിക്കാനോ ഈ വ്യക്തി തയ്യാറാകുന്ന ഒരു ലക്ഷണം കാണിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് തീർത്തും നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റിനെയും ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സായിട്ട് അത്രയും കോർത്തിണക്കി കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് അത്രയും അധികം അങ്ങോട്ട് അകലേക്ക് പോകാൻ കഴിയാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മാനസിക സംഘർഷമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തീർത്തും ഈ വ്യക്തിയുടെ ഉറക്കത്തിനെയും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെയും എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അറിയാം ഇതെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി. അപ്പോ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട് ഇതൊരു, എന്താ പറയുക, ഈ ഒരു പ്രണയബന്ധം, അതായത് നിങ്ങളെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ക്ലാരിറ്റി പറയാതെ ഇങ്ങനെ പോകുന്നതും ഒക്കെ ശരിയല്ല എന്നുള്ള
ഒരു ചിന്തകളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരെ കുറിച്ച് ഒരു സൂചന പോലും ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മറ്റു പലവരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. പക്ഷെ അത് കൂടുതൽ കൂടുതൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അത്രയും അങ്ങോട്ട് കാഠിന്യമായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷേ ഇവിടെ അവരുടെ ആ ഒരു നല്ല രീതിയിലുള്ള സാന്നിധ്യം ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രയത്നമാണ്, അല്ലെങ്കിൽ ഏറെ കാലത്തെ ഒരു പ്രയത്നത്തിന് ശേഷം മാത്രമായിരിക്കും ഒരു രാജ്യം കീഴടക്കുന്നത് പോലെ ഇതിലേക്കൊരു വിജയം വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. പൂർവാധികം ശക്തിയോട് കൂടി വളരെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രണയവും, എല്ലാ ദാമ്പത്യ ജീവിതവും, എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വായന ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.